ഏറ്റവും പ്രിയപ്പെട്ട ഈ സമ്മേളനത്തെ മനോഹരമാക്കിയ MSFന്റെ പ്രഥമ ഹയർ സെക്കൻഡറി സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള MSFന്റെ സഹപ്രവർത്തകരെ, ഹൈക്കോൺ 2023 എന്ന ഈ സമ്മേളനത്തിൽ ഏറ്റവും മനോഹരമായ സെഷനാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ സെഷൻ ഇവിടെ നമ്മുടെ അതിഥിയായി നമുക്കിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഉമർ അബ്ദുസലാം എന്ന് പറയുന്ന, ഒരു പക്ഷേ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, അത്രമേൽ വിദ്യാർത്ഥികൾക്കിടയിലും കേരള യുവത്വങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. പുതിയ കാലത്ത് പുതിയ ജനറേഷൻ വിവിധങ്ങളായ ടെക്നോളജികൾ ആശ്രയിച്ചു പോകുമ്പോൾ വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, കലാപരമായി തുടങ്ങിയ എല്ലാ മേഖലയിലും പുതിയ ടെക്നോളജികൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് MSFന്റെ ഈ ഹൈക്കോൺ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളോട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് സംവദിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ സെഷൻ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിമനോഹരമായി നമ്മോട് സംവദിക്കാൻ പ്രിയപ്പെട്ട ഉമർ അബ്ദുസലാം, പ്രിയപ്പെട്ട MSFന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള റുമൈസ റഫീഖും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ സെഷനിലേക്ക് രണ്ടുപേരെയും ഹൃദയത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, അഡാപ്റ്റ് ലേണിംഗ് ആപ്പിന്റെ സ്ഥാപകരും സിഇഒയും 4ാം വ്യവസായ വിപ്ലവത്തെക്കുറിച്ചുള്ള ആദ്യ മലയാള പതിപ്പ് പുസ്തകത്തിന്റെ രചയിതാവും മത്സര പരീക്ഷകളുടെ ലോകത്തോട് വിട പറഞ്ഞ് വ്യാവസായിക വിപ്ലവത്തെ ആശയത്തിൽ ആവേശഭരിതനായി പുതുതലമുറക്ക് അവസരങ്ങളുടെ ലോകം തുറന്നു കാണിച്ചു കൊടുത്ത ഇന്ത്യയിലെ ഒരു എക്സ്പോണൻഷ്യൽ ടെക് സ്പീക്കർ ഉമർ അബ്ദുൽ സലാം. ഹലോ, സാധാരണ മോട്ടിവേഷൻ സ്പീക്കിലെല്ലാം എങ്ങനെയായിരിക്കും? ഹലോ പറഞ്ഞാല് ഹായ് പറയൂലേ? നിങ്ങൾ നല്ല ഉച്ചന്റെ ശേഷി ഇരിക്കുകയാണ്, ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഉറങ്ങുമോന്നൊരു സംശയമുണ്ട്. പക്ഷെ നിങ്ങൾ ഉറങ്ങിപ്പോരുത്. ഇത് അത്രയും നിങ്ങൾക്ക് വേണ്ട ഒരു സെഷനാണ്. അതുകൊണ്ട് ഹായ് ഹായ് ഹലോ ഹലോ. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് ഒരു സാധാ വ്യക്തിയല്ല. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങളുടെ ഭാവിയിൽ ഇനി ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആവാൻ പോവാണ്. ഇനി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നല്ലൊരു ക്ലാപ്പിൽ അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. പുട്ട് ദ ഹാൻഡ്സ് ടുഗദർ. പോരാ, ഉഷാറില്ല. കുറച്ചുകൂടി ഉച്ചത്തില്, പോരട്ടെ. വലിയൊരാളെ ഇരിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ ഉച്ചത്തിലടിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളൊക്കെ AI കുറിച്ച് കേട്ടിട്ടില്ലേ? എല്ലാരും കേട്ടിട്ടുണ്ടോ? അത്യാവശ്യം നിങ്ങൾ ഹെൽമെറ്റ് ഇടാന്നൊക്കെ പോയാൽ നിങ്ങളെ പിടിക്കുന്ന ടീമില്ലേ? വീട്ടിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അതൊക്കെ വരുന്ന ആ AI കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു AI കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമതെന്താ? മമ്മൂട്ടിനെ മോഹൻലാലാക്കി, മോഹൻലാലിനെ മമ്മൂട്ടിയാക്കി, സുരേഷ് ഗോപിയാക്കി, പാടാത്ത ആളെ പാടിച്ച്, അഭിനയിക്കാത്ത സീൻ അഭിനയിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ടെക്നോളജി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉറക്കെ പറ. ഓക്കെ, കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ടെക്നോളജി എന്താണ്? മാറിക്കൊണ്ടിരിക്കുക അല്ലെ? ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അറിയാതിരുന്നാല് എന്താവും? നമ്മളും ഔട്ട്ഡേറ്റഡ് ആയി പോവും. അപ്പൊ ഇവിടെ ഉമർ അബ്ദുസലാം സാറ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് AI, എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ, കുട്ടികളായിരിക്കെ നിങ്ങളുടെ പഠന മേഖലയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അത് ഉപയോഗിച്ച് തിളങ്ങാം. ഇപ്പൊ നമ്മൾ ഇലോൺ മസ്കിന്റെ ഒരു ബ്രെയിൻ ചിപ്പിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളെ പഠനമൊക്കെ വളരെ സിമ്പിൾ ആവാൻ പോവാണ് അല്ലെ? അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം, ഉമർ സാർ ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരും.
അതിനുശേഷം സാർ ഒരു വൺ വേ ആയിട്ട് പറയുമ്പം നിങ്ങൾ കേട്ടിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കേൾക്കൂല, നിങ്ങൾ വേറെ ലോകത്തായിരിക്കും, ചിലപ്പോൾ വീട്ടിലും സ്കൂളിലൊക്കെ പോയി വരും. അതിനു പകരം നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ക്യൂരിയോസിറ്റി, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മാർട്ടായ കുട്ടികളായിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ സാറ് തരും. ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരൊച്ചത്തിലൊരു യെസ് പറ, ഒച്ചത്തില്. അപ്പൊ സാറോട് സംസാരിക്കാൻ പറയട്ടെ? നിങ്ങൾക്ക് ഒരുപാട് കാര്യം അറിയാനില്ലേ? ഓക്കെ അല്ലേ? സേ യെസ്. ഓക്കെ. അപ്പൊ AI കുറിച്ചും പുതിയ ടെക്നോളജിനെ കുറിച്ചും നിങ്ങളെ പരിചയപ്പെടുത്താൻ പ്രിയപ്പെട്ട ഉമർ അബ്ദുൽ സലാം സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും പാതി ഉറക്കത്തിലാണോ? എത്ര അങ്ങ് കൈയടിക്കാൻ പറഞ്ഞിട്ടും കൈയടിയൊന്നും വരുന്ന കാണുന്നില്ല. ഒരു പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. നന്നായി പഠിച്ചാൽ വിജയിക്കാം, അല്ലെങ്കിൽ നന്നായി പഠിച്ചാൽ നല്ല കരിയർ ഉണ്ടാകും. നേരത്തെ തങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു നല്ല മാർക്ക് വാങ്ങിയാൽ കോളേജ് അഡ്മിഷൻ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, തങ്ങളെ ലെറ്റർ ഒന്നും വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ഇനി കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് എന്താ കാര്യം? കോളേജിൽ പോയി ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് എന്താ കാര്യം? ജോലി ഉണ്ടാവോ? എന്ത് ജോലിയിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്? ഏത് ജോലി എടുത്തോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്ന ജോലികൾ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും ഉണ്ടാകില്ല. 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലികളുണ്ടല്ലോ, അതൊന്നും ഇല്ല. ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ഏത് പണി ആയിക്കോട്ടെ, ഇന്ന് പരിചയത്തിലുള്ള ഒരുവിധം എല്ലാ പണികളും ടെക്നോളജികൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ മമ്മൂട്ടിനെ, മോഹൻലാലിനെ ഒക്കെ എന്താ പറയാ, ഗോഡ് ഫാദർ ഇംഗ്ലീഷ് സിനിമയുടെ ആ രൂപത്തിലേക്ക് മാറ്റിയതോ, അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും AI ക്യാമറയോ, നമ്മൾ ട്രാഫിക് ഫൈൻ അടിക്കുന്ന AI ക്യാമറയൊക്കെ ആയിരിക്കും നമ്മുടെ പരിചയത്തിൽ ഉണ്ടാവുക. പക്ഷെ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ജോലികളും ഇന്ന് യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്തരം ഒരു കാലത്തിൽ എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക? ഒന്നാമത്തെ കാര്യം. ഇനി എന്ത് ജോലിയാണ് നാളെ ബാക്കി ഉണ്ടാവുക? PSC എഴുതിയാൽ മതിയാവോ? അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികൾ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആലോചിച്ച് തുടങ്ങേണ്ടതുണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും. കാരണം ഇനിയിപ്പോ ഇവിടെ നാട്ടിൽ ഏറ്റവും നല്ല മാർക്കുള്ളവർ ചേരുന്ന ഇവിടെ അടുത്തുള്ള കോളേജ് ഫറൂഖ് കോളേജ് ആയിരിക്കും, കോഴിക്കോട് ഫറൂഖ് കോളേജ് ആയിരിക്കും. ഫുൾ A+ കിട്ടിയാലും പിന്നെയും 98% 99% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം സീറ്റ് കിട്ടുന്ന ഫറൂഖ് കോളേജിൽ പോലും ജോയിൻ ചെയ്തിട്ട് എത്ര പേർക്ക് ഫറൂഖ് കോളേജിൽ പഠിച്ചതിന്റെ പേരിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? ചുമ്മാ അന്വേഷിക്കുക. നിങ്ങൾ ഇനി ചേരാൻ പോകുന്ന, ഇനി നിങ്ങൾ കരിയറിൽ ഭയങ്കരമായിട്ടില്ലേ, നമ്മൾ കരിയറിലെ ഓരോ അച്ചീവ്മെന്റുകൾ, മൈൽ സ്റ്റോണുകൾ എന്നൊക്കെ പറയൂലേ. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +2 കഴിയാൻ പോവാണ്. ഇത് കഴിഞ്ഞാൽ ഇതുവരെ നടന്ന സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുമ്പോൾ ഇതുവരേക്ക് പഠിച്ചതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിൾ ഡോസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൊതുവിജ്ഞാനം നൽകുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതുവരെ പഠിച്ച ജോലി, വിദ്യാഭ്യാസത്തിൽ നിന്ന് ആരും ജോലിയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുക, ഡിഗ്രി കഴിഞ്ഞിട്ട് PG പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു തൊഴിൽ കൂടെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇനി പഠിക്കുന്നത് എവിടെ എന്നുള്ളതിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിന് വലിയ പങ്കുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ പറയാണ്, എന്ത് പഠിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത്ര സൈലന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മറുപടി തരാം. എന്താണ് അതിന്റെ റീസൺ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ അടുത്ത കുറച്ച് നേരം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിലേക്ക് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കാഴ്ച തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യാം? എത്ര പേര് ChatGPT എന്ന് കേട്ടിട്ടുണ്ട്? ജസ്റ്റ് കൈവൊക്കെ, എല്ലാം കൂടെ ഒരു 50 പേരൊക്കെ കൈവെക്കുന്നുണ്ടാവുള്ളൂ. കൈ തട്ടിക്കോട്ടെ. ഇന്ന് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഒരുവിധം എല്ലാ ജോലികളും ChatGPTക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ChatGPT ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരുവിധം ഏത് ജോലിയും ChatGPT ചെയ്യും. നമ്മൾ നല്ല ബുദ്ധിയുള്ള ഒരാളോട് സംശയങ്ങൾ ചോദിച്ചാൽ എങ്ങനെ, അതുപോലെ ChatGPT നമുക്ക് മറുപടി തരും. എന്ത് കാര്യങ്ങളും ചോദിക്കാം. എനിക്ക് ഒരു മെയിൽ ഉണ്ടാക്കണം,
ആ മെയിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT അത് ഉണ്ടാക്കി തരും. ഒരു പ്രോജക്ട് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി തരും. ഒരു സ്കൂളിലെ അസൈൻമെന്റിന്റെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. സ്കൂളിലെ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല, ഇതെനിക്ക് ലളിതമായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. നമ്മൾ ആദ്യം ChatGPTയെ പരിചയപ്പെട്ടത് നമ്മൾ വാട്സപ്പിൽ ടെക്സ്റ്റ് അയക്കുന്ന പോലെ ടെക്സ്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന, ടെക്സ്റ്റ് ആയിട്ട് മറുപടി തരുന്ന ChatGPT ആണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഘട്ടം മാറി എനി ഇൻപുട്ട് എനി ഔട്ട്പുട്ട് എന്നുള്ള ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മൾട്ടി മോഡൽ എന്ന് പറയും. എനി ഇൻപുട്ട് എനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ല വോയിസ് അയച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് അയച്ച് ചോദിക്കാം, അതല്ല ചിത്രം എടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അതുപോലെ വീഡിയോ ആയിട്ട് എടുക്കണമെങ്കിൽ വീഡിയോ ആയിട്ട് അതിന് മറുപടി പറഞ്ഞു തരും. മറുപടി എങ്ങനെ? അതും എനി ഔട്ട്പുട്ടാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് വേണോ എന്നാൽ ടെക്സ്റ്റ് ആയിട്ട് തരും. നിങ്ങൾക്ക് ചിത്രം വേണോ ചിത്രം ഉണ്ടാക്കി തരും. വീഡിയോ വേണോ വീഡിയോ ഉണ്ടാക്കി തരും. ഇങ്ങനെ നമ്മൾ ഇന്ന് പരിചയിച്ചിട്ടുള്ള ഏത് ജോലികളും ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ChatGPT ദിനംപ്രതിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ChatGPTയുടെ ഒരു എബിലിറ്റി പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, MMLU എന്ന് പറയും. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സയൻസ്, ഫിസിക്സ്, മാത്സ് എന്നൊക്കെ പറയുന്നില്ലേ, ആർട്സ്, ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ 57 സബ്ജക്റ്റുകളിൽ, ഒരു സബ്ജക്റ്റ് അല്ല കേട്ടോ, ഒരാൾ എല്ലാ സബ്ജക്റ്റും കൂടെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ആലോചിക്കാം. അങ്ങനത്തെ 57 സബ്ജക്റ്റുകളിൽ മനുഷ്യന്റെ മുകളിൽ കപ്പാസിറ്റി ഈ ടെക്നോളജി ആൾറെഡി അച്ചീവ് ചെയ്തു എന്നാ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഭവം പൊതുവിൽ നമ്മൾ വിചാരിക്കുക ലോകത്ത് എവിടെയോ മൊബൈൽ ഫോൺ വന്നു, ആദ്യം ആർക്കാ കിട്ടിയിട്ടുണ്ടാവുക? ഒന്നുകിൽ അത് ആദ്യം അമേരിക്കയിൽ ജീവിക്കുന്നവർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, രണ്ടാമത്തേത് കയ്യിൽ നല്ല പൈസ ഉള്ളവർക്കായിരിക്കും ആദ്യം കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ChatGPTയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ലോകത്ത് എല്ലാവർക്കും ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയോ ഒരു ബേസിക് മൊബൈൽ ഫോണെങ്കിലും കയ്യിലുള്ള എല്ലാവർക്കും ഇന്ന് ആ സേവനങ്ങൾ അവൈലബിൾ ആണ്. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ടെക്നോളജിയുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയും. അതായത് ടെക്നോളജി എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ഒരു പോയിന്റില്, അതിന്റെ ഇമ്പാക്ട് എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് പൊതുവില് ഇപ്പോ ഒരു ബേസിക് ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ മുൻപ് ഈ 2018-ലും 2019-ലൊക്കെ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് പറയും ടെക്നോളജി ഒക്കെ കുട്ടികൾ എല്ലാവരും പഠിക്കണം, അല്ലാതെ മൗസും കീബോർഡും മാത്രം പഠിച്ചാൽ പോരാ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർമാർ ചോദിക്കും ഇതിപ്പോ എല്ലാ കുട്ടികളും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിച്ചാൽ പോരെ? ഇപ്പൊ ഈ ലിറ്ററേച്ചറൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവില്ല, ഓല് ഇത് പഠിക്കണമെന്നൊക്കെ ടീച്ചർ ചോദിക്കും. രസം എന്താ ഉണ്ടായതെന്നറിയോ? ChatGPT വന്നപ്പോ ആദ്യം പണി പോയത് ആരുതാന്നറിയോ? കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, അങ്ങനെ ഈ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുടേതാ. പൊതുവിൽ നമ്മൾ ലിറ്ററേച്ചർ പഠിച്ചാൽ കിട്ടും എന്ന് പറയുന്ന ടീച്ചിങ് അല്ലാത്ത എല്ലാ ജോലിയും ChatGPT ചെയ്യും. ടീച്ചിങ്ങും ചെയ്യും, ഇപ്പോഴത്തെ സ്റ്റേജിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അടുത്ത ഘട്ടത്തിൽ നല്ല ഒരു ടീച്ചർ ആകാനും ChatGPTക്ക് പറ്റും. അതായത് നമ്മൾ എന്നെ ബാധിക്കൂല എന്ന് കരുതിയ ലിറ്ററേച്ചറുകാർക്കാണ് ഇതിൽ ആദ്യം പണി പോയത്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എന്തിനാ പഠിക്കേണ്ടത് എന്നുള്ളത്. ഇത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു യൂണിവേഴ്സൽ ഭാഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഡോക്ടർ മേഖലയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രോഗം തിരിച്ചറിയുന്ന റോബോട്ട് ഉണ്ട്, സോഫ്റ്റ്വെയറുകളുണ്ട്, AI സോഫ്റ്റ്വെയറുകളുണ്ട്. സർജറി ചെയ്യുന്ന റോബോട്ടുകളുണ്ട്, നമ്മളെ കോഴിക്കോട് മിംസിൽ വരെ ഉണ്ട് സർജറി ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. അപ്പോ ഒരു ഡോക്ടർ ചെയ്യുന്ന പണികളെ പോലും ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റും. ഒക്കെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളല്ലേ? നിങ്ങൾ ആൾറെഡി ജീനോം സീക്വൻസിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ജനിതക ഘടന തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മനുഷ്യന്റെ ജനിതക ഘടന തിരിച്ചറിയാൻ പറ്റും. അത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ മുൻകൂട്ടി അറിയാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ശരീരഘടനയാണുള്ളത്, അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന മരുന്നുകളും ഭക്ഷണവും ഒക്കെ നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലോകക്രമം, നമ്മളെ കിഡ്നി അടിച്ചു പോയാൽ നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെ സ്റ്റെം സെൽസ് എടുത്തിട്ട് ആവശ്യമുള്ള കിഡ്നി 3D പ്രിന്റ് ചെയ്ത് വെക്കാം. മനുഷ്യൻ മരിക്കണ്ട എന്നാ പറയുന്നത്, മരിക്കൂല. കാരണം എന്താ? മനുഷ്യൻ മരിക്കുന്ന എപ്പോഴാ? നമ്മളെ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങൾ അടിച്ചു പോകുമ്പോൾ അല്ലെ? പൊതുവില് ഒരു കാറ് എപ്പോഴാ നിൽക്കുക? കാറിന്റെ ഏതെങ്കിലും പാർട്സ് കേടുവരുമ്പോ നമ്മൾ അടുത്ത കാറിൽ നിന്ന് എടുത്തിട്ട് ഈ കാറിലേക്ക് വെക്കുകയാണോ ചെയ്യാം? അല്ല, പകരം എന്താ ചെയ്യാം? നമ്മൾ കാറിന്റെ സ്പെയർ പാർട്സ് വാങ്ങും. അപ്പൊ ഭാവിയിൽ
നമ്മുടെ ജനിതകഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ സ്പെയർ പാർട്സുകൾ നമുക്ക് നിർമ്മിച്ചു വെക്കാൻ പറ്റും അത്രേ. ഒരു 2 സെറ്റ് കിഡ്നി, 2 സെറ്റ് ഹൃദയം, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ട്, കൊല്ലത്തില് 16 കോടി രൂപ ചെലവാക്കുന്നത് എന്നും ചെറുപ്പക്കാരനായിട്ട് നിൽക്കാൻ. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആവറേജ് ഒരു കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഒരു വർഷം കൂടെ വയസ്സായില്ലേ, നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട്. മൂപ്പര് അങ്ങനെ അല്ലത്ര സംഭവിക്കുന്നത്. മൂപ്പര് കുറച്ച് ബാക്കിലാണ്. മൂപ്പര് ഒരു കൊല്ലം കഴിയുമ്പോൾ മൂപ്പർക്ക് 6 മാസം മൂപ്പര് ശരീരത്തിന് വയസ്സാകുന്നുള്ളൂ. അതായത് നമ്മൾ വയസ്സാകുന്ന പോലെ മൂപ്പർക്ക് വയസ്സാകുന്നില്ല. ഇപ്പൊ ജനിക്കുന്ന കുട്ടികള് 100 വർഷം 120 വർഷം വരെയൊക്കെ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഞാൻ ഇത് മെഡിക്കൽ മേഖലയുടെ കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത്, ഇതൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് മേഖലകളിൽ, ഇപ്പൊ ഡ്രൈവർ എന്നുള്ള മേഖലയിൽ ടെസ്ല എന്നുള്ള കാർ കമ്പനിയെ കുറിച്ചും ഇലോൺ മസ്കിനെ കുറിച്ചും കേൾക്കാത്ത സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർ കുറവായിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും ഇലോൺ മസ്കിനെ കുറിച്ചും ഈ ടെസ്ലയെ കുറിച്ചും മറ്റൊക്കെ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവും. അവരുടെ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണമസ് ആയിട്ട് വണ്ടികൾ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാര്യം. വണ്ടികൾ സ്വയം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ലക്ഷം ആൾക്കാർ നമ്മളെ നാട്ടിൽ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നോക്കുക. ബക്കാലകളിലൊക്കെ പണിയെടുക്കുന്ന നമ്മളെ നാട്ടുകാരില്ലേ, ഗൾഫിലൊക്കെ പോയിട്ട് അല്ലേ. ഈ ഒരു കേരള മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു വികസന മാതൃകയുണ്ട്. അതായത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പറയുന്ന കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരുള്ള സംസ്ഥാനം, കേരളത്തിന്റെ ഒരു വളർച്ചാ മാതൃക ഭയങ്കര സംഭവം എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഈ മാതൃക ക്രിയേറ്റ് ചെയ്തത് പ്രവാസികളാണ്. അവര് അവിടെ പോയിട്ട് കൊണ്ടുവന്ന് ആ പൈസ തിരിച്ചു വന്നപ്പോ ആ പൈസ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടാവുമല്ലോ, ഒരു ഡിമാൻഡ് ഉണ്ടാകും. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വലിയ നഗരങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ്, ഇന്ത്യയിൽ. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ കൂടാനുള്ള ഒരു കാരണം ഈ പ്രവാസികൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവന്ന പൈസയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ പ്രവാസികളൊന്നും അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടറും എഞ്ചിനീയർ ആയിട്ടും അല്ല പണിയെടുക്കേണ്ടത്. അവിടുത്തെ ബേസിക് ജോബ്സ് ആണ്. കൺസ്ട്രക്ഷൻ വർക്കർ, ഡ്രൈവർ, സൂപ്പർ മാർക്കറ്റിലെ ഹെൽപ്പർ, ഈ തരത്തിലുള്ള ജോബുകളാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആമസോണ് അവരുടെ വെയർ ഹൗസിൽ ഉപയോഗിക്കുന്ന റോബോട്ടുകളുടെ ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു. ഈ സമ്മേളന വേദിയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അവിടെ 2 റോബോട്ടുകളെ കാണുന്നില്ലേ? ഇത് നിങ്ങൾക്ക് സംഘാടകർ ഒരു ചിന്തക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിളായിട്ട് അവിടെ വെച്ചതാ. ആമസോണിന്റെ വെയർ ഹൗസിൽ, ആമസോൺ അമേരിക്കൻ കമ്പനിയാണ്, അതറിയാലോ അല്ലെ. നമ്മളൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ആമസോണിന്റെ ഏറ്റവും വലിയ ടെക്നോളജി കിടക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റിലൊന്നുമല്ല, ആമസോണിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസിലാണ്. അതായത് ആമസോണിന്റെ വെയർ ഹൗസ് മാനേജ് ചെയ്യുന്നതിലും, അത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കിട്ടാനുണ്ടാവും, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം ആമസോണിന്റെ വെയർ ഹൗസ് എങ്ങനെയാണെന്നുള്ളത്. മൊത്തം റോബോട്ടുകൾ കിടന്ന് കളിക്കുന്ന കാണാം. അതിന്റെ അകത്ത് മനുഷ്യന്മാരുണ്ട്, ഇപ്പോഴും മനുഷ്യന്മാരുണ്ട്. കുറച്ചും കൂടെ ഡെക്സ്റ്റിറിറ്റി ആവശ്യമായിട്ടുള്ള, അതായത് കുറച്ചും കൂടെ കുമ്പിട്ടെടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പോഴും മനുഷ്യന്മാർ ആവശ്യമുണ്ട്. മനുഷ്യന്മാർക്ക് ഹവർലി $15 കൊടുക്കണം. അവിടെ $15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 റുപ്യൊക്കെ ഒരു മണിക്കൂറിന് കൊടുക്കണം. അവിടെ കേട്ടോ, നമ്മളെ നാട്ടിലെ പൈസ സ്കെയിൽ വെച്ച് കണക്കൂട്ടണ്ട, ഒരു മണിക്കൂറിന് 1200 രൂപ കൊടുക്കണം ഒരാളെ പണിക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ. ആമസോൺ റീസെന്റ് ആയിട്ട് ഒരു റോബോട്ടിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആമസോൺ തന്നെ പറയുന്നത് ഈ റോബോട്ട് വിജയകരമായി കഴിഞ്ഞാൽ മണിക്കൂറിന് $15 കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾക്ക് ഇനി $3 കൊടുത്താൽ മതി. ആ റോബോട്ടിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് അവർ പറയുന്നത്. ഇത്ര ഉറുപ്പ്യൊക്കെ റോബോട്ട് വാങ്ങിയാൽ ഹവർലി പേ വെറും $3 മാറി. സ്വാഭാവികമായിട്ടും ആമസോണിന്റെ ലാഭം 500% വർദ്ധിക്കും. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയാണ്. പക്ഷെ എത്ര ജോലികൾ പോകുമെന്ന് നോക്കുക. നമുക്ക് ഇത് ചാലിയം എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണോ അതോ കോഴിക്കോട് ജില്ലയിലാണോ? കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, ഞങ്ങള് എത്ര പേര് മലപ്പുറംകാരുണ്ട് ഇവിടെ? ഒരുപാട് പേരില്ലേ? നമുക്ക് മലപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു, മലപ്പുറം ദുബായ് ആക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കേട്ടവരുണ്ടോ ഇവിടെ? ഒന്ന് കൈവെക്കാവോ? ഓക്കെ, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. പ്രോഗ്രാം എന്താന്ന് വെച്ചാല്, ലോകത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ നാട്ടുകാർ ഇതൊന്നും അറിയാണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയോ? മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലബാർ മൊത്തത്തില് വലിയ രീതിയിൽ പ്രവാസി സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നാടുകളാണ്. പ്രവാസികൾ കൊണ്ടുവരുന്ന പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഒരു കൺസ്ട്രക്ഷനും നടക്കൂല, ഇവിടത്തെ ഒരു ഫാൻസിയിലും ഒരു ടെക്സ്റ്റൈൽസിലും കച്ചവടം ഉണ്ടാവില്ല.
ഇവിടുത്തെ ഒരു ഹോട്ടലുകളിലും കച്ചവടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എക്കോണമി തന്നെ മൂവ് ചെയ്യാത്തൊരവസ്ഥ വരും. കാരണം നമുക്ക് എല്ലാം പുറത്തുനിന്ന് ഈ പ്രവാസികളുടെ പൈസ വന്നിട്ടാണ്. പക്ഷെ ഈ പ്രവാസികൾ ജോലി ചെയ്യുന്ന ദുബായ് പോലത്തെ, സൗദി പോലത്തെ നാടുകളുണ്ടല്ലോ, അവിടെ മുൻപ് 1960കളിലും 70കളിലൊക്കെ ഓയിൽ കണ്ടുപിടിച്ചപ്പോൾ ആ ഓയിലിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ ബലത്തിൽ ആണ് ആ നാടുകളൊക്കെ ഭയങ്കര സംഭവമായി മാറിയത്. പക്ഷെ ലോകത്ത് ആൾറെഡി ഇപ്പൊ ഒരു ഇലക്ട്രിക് കാറുകളുടെ ഒക്കെ റെവല്യൂഷൻ വന്നു തുടങ്ങി അല്ലേ? ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അതായത് ഓയിലിന് ശേഷമുള്ള ഒരു ലോകത്തെ കുറിച്ച്, ആ ഒരു ലോകക്രമത്തെ കുറിച്ചൊക്കെ ആൾറെഡി ചർച്ച തുടങ്ങി. നമ്മുടെ നാട്ടിൽ തന്നെ വളരെ സുലഭമായിട്ട് ഇലക്ട്രിക് കാറുകൾ ഇപ്പൊ വന്നു തുടങ്ങി. ഇലക്ട്രിക് കാറുകൾ പുതിയ ടെക്നോളജി ഒന്നല്ല, പക്ഷെ ഇന്ന് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആ മേഖലയിൽ വരികയും ഇന്ന് എല്ലാ മേജർ കാർ കമ്പനിക്കാരും അവരുടെ ഇലക്ട്രിക് കാറുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അതായത് പെട്രോൾ തീർന്നാൽ പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. പക്ഷെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ദുബായ്, സൗദി, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള GCC രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ആ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ഓയിൽ ഡിപ്പെൻഡന്റ് രാജ്യങ്ങളാണ് അല്ലെ? ഈ ഓയിൽ ഡിപ്പെൻഡന്റ് രാജ്യങ്ങൾ മുഴുവൻ അവരുടെ ഒരു പോസ്റ്റ് ഓയിലിന് ശേഷം, അതായത് ഓയിലിന് ശേഷമുള്ള ഒരു ലോകക്രമത്തിലേക്ക് അവർ പതിയെ തയ്യാറെടുത്ത് തുടങ്ങി. എല്ലാ മേഖലയിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും പുതിയ ടെക്നോളജി ആദ്യം വരുന്നത് എവിടെയാണെന്നറിയോ? അത് ദുബൈയിലാണ്. ഇപ്പോൾ ആളില്ലാത്ത കാറുകൾ ഇറങ്ങുന്നത് ദുബായിലാണ്, ആളില്ലാത്ത വിമാനങ്ങൾ ഇറങ്ങുന്നത് ദുബായിലാണ്. അങ്ങനെ ഏത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും അത് ആദ്യം വരുന്ന സ്ഥലങ്ങൾ ദുബായും സൗദി അറേബ്യയൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും പുതിയ നിയോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ് തന്നെ സൗദിയിൽ നിങ്ങൾ വരുന്നത് കേട്ടിട്ടുണ്ടാവും. 170 കിലോമീറ്റർ നീളമുള്ള ഒരു ടൗൺഷിപ്പ്, ഒരു ഭയങ്കര പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പിന്റെ കഥ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. ആ സൗദിയിൽ അത് വരുന്നുണ്ടല്ലേ, ദുബായിലെ ബുർജ് ഖലീഫ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടെക്നോളജികൾ അങ്ങനെയായിട്ട് കാണാം. പക്ഷെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കണം. ദുബായില് ബിൽഡിംഗ് നിർമ്മാണത്തിന് റോബോട്ടുകൾ വന്നു എന്ന് പറയുമ്പോൾ ഒപ്പം ചിന്തിക്കണം, അപ്പൊ ദുബായിൽ ഇത്രയും കാലമായിട്ട് പണിയെടുക്കുന്ന നമ്മളെ നാട്ടുകാർ എന്ത് ചെയ്യും? ദുബായിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ കൂടെ ചിന്തിക്കണം, ദുബായിൽ ഡ്രൈവർ പണി എടുക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് ഇനി എത്ര കാലം പണി ഉണ്ടാകും? ഇങ്ങനെ ഓരോ പുതിയ ടെക്നോളജി വരുമ്പോഴും നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസമോ മറ്റു യോഗ്യതകളോ ഒന്നും കൂടാതെ പ്രവാസത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പ്രവാസം സ്വീകരിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്റപ്റ്റഡ് ആയി കഴിഞ്ഞാൽ, അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട് എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ മലപ്പുറം ദുബായ് ആക്കുക എന്നുള്ള ഒരു ക്യാമ്പയിനിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്തെ കുട്ടികൾ പ്രധാനമായിട്ടും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കണം. എന്നിട്ട് ആ ടെക്നോളജികളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരായിരിക്കണം, പുതിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഗൾഫിൽ ഇപ്പൊ പോയവരൊക്കെ തിരിച്ചു വന്നാലും പുതിയ ഒരു കൂട്ടര് പോകാൻ തയ്യാറായിട്ടുണ്ടാകും. അവർ ബേസിക് ജോലികൾ ചെയ്യാനല്ല, പകരം നല്ല ഹൈ എൻഡ് ടെക്നോളജി ജോബുകൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മലപ്പുറത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. ഇത് മലപ്പുറത്തിന് മാത്രം അപ്ലിക്കബിൾ അല്ല കേട്ടോ. മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും, അല്ലെങ്കിൽ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഏറിയും കുറഞ്ഞും പ്രവാസത്തിന്റെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ആ ആൾക്കാരൊക്കെ ഇത് വലിയ രീതിയിൽ ചിന്തിക്കണം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ജോലികളെയും ടെക്നോളജികൾ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്ന സ്കില്ലുകൾ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ അത്തരം ചർച്ചകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് കുറച്ച് നീണ്ടുപോയത് നിങ്ങൾ ഭയങ്കര ഡ്രൈ ആയി കണ്ടുകൊണ്ടാണ്. നിങ്ങൾ എന്താ പറയുക, ഭക്ഷണം കഴിച്ച ക്ഷീണത്തിലാണോ എന്നുള്ളതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചൊരു നീളത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് റുമൈസ, കോർഡിനേറ്റ്. ഹലോ, ഇപ്പൊ സാറ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണ്ടത്, നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷനിൽ നിന്നുള്ള സംശയങ്ങൾ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് പൊതുവേ ഉള്ള AI ആയി ബന്ധപ്പെട്ട്, ChatGPT ആയി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, പിന്നെ അതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം ആരും മടിക്കേണ്ടതില്ല. ഇവിടെ എല്ലാവരും ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളൊക്കെ നിങ്ങളെ വീക്ഷിക്കാനും നിങ്ങളെ കേൾക്കാനും വന്നിട്ടുള്ളവരാണ്.
അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ വേദിയിൽ ചോദിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ അടുത്തേക്ക് മൈക്ക് തരും. നിങ്ങൾക്ക് ആ മൈക്കിൽ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ സാറ് ക്ലിയർ ചെയ്തു തരും. ഹലോ സാർ, എൻ്റെ പേര് മുഹമ്മദ് ആദിൽ. ഞാൻ വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിലെ ചേലേമ്പ്രം എന്നാണ് വരുന്നത്. എൻ്റെ ഒരു സംശയം, നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ബുക്ക് എന്ന് പറയുന്ന ആശയമുണ്ട്. അത് പുറം രാജ്യങ്ങളിലൊക്കെ റിസർച്ച് ഓറിയന്റഡ് ആണ് ക്ലാസ്സുകൾ. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ വെറും ആ ബുക്കിലേക്ക് കുട്ടികൾ ഒതുങ്ങുകയാണ്. ആ ബുക്കിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല എന്ന് അവർ ചിന്തിക്കുകയാണ്. വെറും ആ ബുക്കിൽ എഴുതി പിടിപ്പിച്ചത് എന്താണോ അതാണ് അവർ പഠിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ പുറത്തേക്ക് ചിലപ്പോൾ അവർക്ക് ഈ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ AI-യിലും ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലും ഒരു ക്യൂരിയോസിറ്റി മേലാണ് കളി എടുക്കുന്നത്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി അവർക്ക് റിസർച്ച് ചെയ്താലേ മാറുള്ളൂ. അപ്പൊ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ AI എന്ന് പറയുന്ന സാധനം, ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? അത് ചെയ്താൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഒരു ചെറിയൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ഈ ബുക്കുകൾക്ക് പകരം ഒരു ടാബ്ലറ്റുകൾ, അതായത് ചിന്തിക്കുന്നത് വിഷയം എൻ്റെ ഒരു ചെറിയ ഇത് വെക്കുകയാണ്. ടാബ്ലറ്റുകൾ, ഈ ടാബ്ലറ്റുകൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ് കണ്ണുകൾക്ക് ഒരുപാട് വിഷയം ഉണ്ടാവുന്നു. അങ്ങനെ ആകുമ്പോൾ UV ലൈറ്റുകൾ കുറച്ച് സർക്കാർ ഉബണ്ടു പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. ഉബണ്ടു മാതിരിയാവേണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം നൽകിക്കൊണ്ട് ഉബണ്ടു പോലത്തെ ഒരു സോഫ്റ്റ്വെയർ സർക്കാർ ഉണ്ടാക്കുക. അതിനുശേഷം വരുന്ന സംശയം, ടീച്ചേഴ്സിന് സ്വാഭാവികം ഈ സാധനം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വരും, കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയോ അങ്ങനത്തെ ഒരു സംശയം വരും. ആ ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളുടെ ഈ ഫുൾ കൺട്രോൾഡ് യൂസർ നെയിമും പാസ്വേഡും സ്കൂൾ നൽകിക്കൊണ്ട് ഫുൾ കൺട്രോൾഡ് ടീച്ചേഴ്സിന്റെ അടുത്തായി അവർക്ക് എന്താണോ പഠിക്കേണ്ടത് ആ ബുക്കിലുള്ള കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിലും നൽകാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ സോഫ്റ്റ്വെയറിൽ കിട്ടണം. ആ രൂപത്തിലുള്ള ടാബ്ലറ്റുകൾ അപ്ലൈ ഈ സ്കൂൾ മേഖലയിൽ ചെയ്യാൻ സാധിക്കും. ഈ ചോദ്യം AI-യുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ വിദ്യാഭ്യാസത്തിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം ടാബ്ലറ്റുകൾ കൊണ്ടുവരുമെന്നുള്ള എനിക്ക് പുള്ളിയുടെ ചിന്ത ഭയങ്കര ഇഷ്ടമായി. അതായത് സംതിങ് എന്താ പറയാ, നിലവിലുള്ളതെന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കല്ലേ. ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, അതിന്റെയും കൂടെ അടുത്ത ഘട്ടമായിട്ടുള്ള. അതായത് ഇപ്പോ നമ്മൾ സ്കൂളുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. എപ്പോഴും ഒരു ആവറേജ് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ സ്കൂളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു ആവറേജ് കുട്ടിക്കും ഒരു ആവറേജ് ടീച്ചറിനും പറ്റിയ രീതിയിൽ. അതായത് ഒരു ടീച്ചർക്ക് ഒരു കൊല്ലം കൊണ്ട് ഒരു ആവറേജ് കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുന്നതാണ് ഒരു കൊല്ലത്തിലെ സിലബസ്. ഏത് സബ്ജക്ട് എടുത്താലും, ഏത് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യം, അതായത് ഇത്ര ഹവേഴ്സ് ഉണ്ടാകും, ഇത്ര ഹവേഴ്സിൽ ഇത്ര കാര്യങ്ങൾ അല്ലെ. സ്കൂൾ സിലബസിന്റെ ഒരു ബേസിക് ലോജിക്ക് എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല സ്കൂൾ സിലബസിന്റെ ലോജിക്ക്. നിങ്ങൾ മനുഷ്യർക്ക് കുട്ടി ഉണ്ടാകുമ്പോഴേ അവർ ജനിച്ച ഉടനെ തന്നെ ആർക്കും ഭക്ഷണം കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി അറിയില്ല, ഒരു സ്കില്ലും ഇല്ല. നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഈ കഴിവുകളൊക്കെ സ്വായത്തമാക്കുകയാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ആരും ഇല്ലാത്തൊരു കാട്ടിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഷ പോലും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാതെ നല്ല എഴുത്തും വായന അറിയുന്ന ഒരാൾക്കാണ് ഞാൻ ജനിച്ചത് എന്നുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവില്ല, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്നും നമ്മുടെ DNA ഉണ്ടാവില്ല. നമ്മളത് പഠിച്ചെടുത്തിട്ട് വേണം. അപ്പോ ഇന്നത്തെ കാലത്ത് ഒരാളെ ഒരു സാമൂഹിക ജീവി എന്ന് വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രമീകൃതമായിട്ട് നമുക്ക് ഇന്ന് തന്നുകൊണ്ടിരിക്കുക. ഒരു ആവറേജ് കുട്ടിക്ക് ആവറേജ് ഒരു കൊല്ലം കൊണ്ട് ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു കൊല്ലത്തെ സിലബസ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ അടുത്തൊരു സംഭവം വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ, വിർച്വൽ റിയാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ChatGPT-യുടെ കാര്യം പറഞ്ഞു. ChatGPT-ക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ടീച്ചർ എപ്പോഴും എന്താ ചെയ്യാ, ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ 60 കുട്ടികൾക്കും വേണ്ട രീതിയിൽ ഒരിക്കലും ടീച്ചർക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ChatGPT-ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകളെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കുട്ടി പറയാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT അതിനെ വീണ്ടും ലളിതമാക്കിയിട്ട് പറഞ്ഞുതരും. അതിൽ ആവശ്യമുള്ള ഉദാഹരണങ്ങൾ സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. ChatGPT ഏതെങ്കിലും ഗൂഗിള് പോലെ നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ എടുത്ത് തരല്ല.
ഇത് ജനറേറ്റീവ് AI എന്നുള്ള സെഗ്മെന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ മുൻപിൽ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് ലോകത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് പുതിയ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് നമ്മൾ മനുഷ്യന്മാരെ പോലെ. ഇപ്പൊ ഞാനൊരു പുസ്തകം വായിച്ചിട്ട് അതിലെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കലും ആ പുസ്തകത്തിലെ വരികൾ അങ്ങനെ കാണാപ്പാടം പറഞ്ഞു തരല്ലോ ചെയ്യാം. പകരം ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരല്ലേ ചെയ്യാം. അതേപോലെയാണ് ChatGPT പറഞ്ഞു തരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു കുട്ടിയുടെ പഠന വേഗം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അപ്പൊ അതിന് ഒരു പുസ്തകം തന്നെ വേണമെന്നോ ഒരു ടാബ്ലറ്റ് തന്നെ വേണമെന്നോ ഉണ്ടാകില്ല. രണ്ടാമത്തെ ഒരു കാര്യം വിർച്വൽ റിയാലിറ്റിയുടെ അപ്ലിക്കേഷനാണ്. വിർച്വൽ റിയാലിറ്റികളാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മൊബൈൽ ഫോണുകളുടെയൊക്കെ കാലം അവസാനിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ. കാരണം മൊബൈൽ ഫോണുകൾ, നമ്മുടെ സ്ലാബ് മോഡൽ മൊബൈൽ ഫോണുകൾ അതിന്റെ പരമാവധി എക്സ്റ്റെന്റ് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞൊരു 8-10 കൊല്ലത്തിൽ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകൾ നോക്കിയാൽ മതി. ഇപ്പോഴും ഡിസ്പ്ലേന്റെ ക്വാളിറ്റിയും അതുപോലെ ക്യാമറന്റെ പിക്സലും പ്രൊസസറിന്റെ സ്പീഡും, ഐഫോൺ ആണെങ്കിൽ പിന്നെ പ്രൊസസറിന്റെ സ്പീഡും പറയില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ മാത്രം പറഞ്ഞിട്ടാണ് എല്ലാ ഫോൺ കമ്പനികളും പിടിച്ചു നിൽക്കുന്നത് അല്ലേ. നത്തിങ് ആണെങ്കിൽ ബാക്കിലൊന്നുമില്ല, നത്തിങ് ആണ്. അതുപോലെ സാംസങ് ആണെങ്കിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഫോണിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലോ. പക്ഷെ ഇവിടെയാണ് 3 ഡയമെൻഷണൽ ഇന്ററാക്ഷൻ അവൈലബിൾ ആകുന്ന വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ പോലത്തെ ആശയങ്ങൾ വരുന്നത്. ആപ്പിൾ ആൾറെഡി മാർക്കറ്റിൽ അവരുടെ വിഷൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിന് സ്വന്തമായിട്ട് അവരുടെ മെറ്റാ ക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള VR ഹെഡ്സെറ്റുകൾ ഉണ്ട്. ഫേസ്ബുക്ക് റീസെന്റ് ഒരു സ്മാർട്ട് AI ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ കണ്ണട ഞാൻ കുറെ ആയിട്ട് വാങ്ങാൻ നോക്കുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. US-ലും യൂറോപ്പിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇന്ത്യയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ റിലീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പ്രത്യേകത എന്താണെന്നറിയോ? ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരേ കാഴ്ച കാണാം, പക്ഷെ നമ്മൾ ഒരേ കാര്യമല്ല മനസ്സിലാക്കുക. ഞാൻ പഠിച്ച അറിവ് എന്നാണ് ഞാൻ കണ്ട കാഴ്ച ഞാൻ മനസ്സിലാക്കുക. എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ കണ്ട കാഴ്ച മനസ്സിലാക്കുക. ഇതൊരു ടേബിൾ ആണ് എന്നുള്ളത് മുന്നേ ഞാൻ കണ്ട ടേബിളിനായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഞാൻ ഇത് ടേബിളാന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഈ AI കണ്ണട വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന കാഴ്ചകളെ മുഴുവൻ ഈ AI കണ്ണട നമുക്ക് വിശദീകരിച്ചു തരും. ഇവിടെ എനിക്ക് എന്തെങ്കിലും അവസരം നോക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ആൾറെഡി ഞാൻ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. മെറ്റ റെയ്ബാൻ ഇല്ലേ, റെയ്ബാന്റെ കണ്ണട ഇല്ലേ, റെയ്ബാനും മെറ്റയും, മെറ്റ മീൻസ് ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനി, മെറ്റയും റെയ്ബാനും കൂടെ ചേർന്നിറക്കുന്ന AI ഗ്ലാസ് ആണ്. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ എത്തിയിട്ടില്ലേ. 30,000 രൂപ വില ഉള്ളൂ, വലിയ വില ഒന്നുമില്ല, ഒരു മൊബൈൽ ഫോണുകളുടെ വില ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണുകയും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എടുത്തു തരാനും കഴിയുന്ന രീതിയിലേക്ക് AI ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിന് ടാബോ സ്കൂളുകളോ എന്തിനധികം പറയുന്നത്? ഒരു കുട്ടി ഒരു കൊല്ലം കൊണ്ട് പഠിക്കുന്ന പല കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസുകൾ കൊടുക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ടെക്നോളജി ഇന്ന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളെ വിദ്യാഭ്യാസ സംവിധാനം ഒരുപാട് പിറകിലാണ്, കുറച്ചൊന്നുമല്ല, ഒരുപാട് പിറകിലാണ്. അവിടെ ഒരു ടാബ് കൊണ്ടുവന്നാൽ ഫിക്സ് ചെയ്യുന്ന പ്രോബ്ലം അല്ല ഉള്ളത്, അവിടെ ഒരുപാട് വലിയ പ്രോബ്ലങ്ങൾ ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ സ്കൂളിങ്ങിൽ വിർച്വൽ റിയാലിറ്റിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കണം. കെമിസ്ട്രിയിലെ എക്സ്പെരിമെന്റുകളും ബയോളജിയിലെ എക്സ്പെരിമെന്റുകളൊക്കെ വിർച്വൽ റിയാലിറ്റിയിൽ ചെയ്യാൻ കഴിയുന്ന കാലമാണ്. ഫിസിക്സും മാത്സും ഒക്കെ ഇത്രയും ബോറിംഗ് സബ്ജക്റ്റുകളാക്കി മാറ്റിയത് ടീച്ചർമാരാണ്. ഞാൻ ഇവിടെ ടീച്ചർമാരുണ്ടെങ്കിൽ അവരെ കുറ്റം പറയല്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സാങ്കേതിക പരിമിതികൾ ഉണ്ടാവും. അതായത് ഒരു സ്കൂളിലെ ആകെ ഒരു ചുമരുണ്ട്, ഒരു ചോക്കയും തന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ഫിസിക്സിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആകെ ആ ചോക്കും കൊണ്ട് ബോർഡിൽ വരച്ചിട്ട് പലതും പറയാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, മാത്സ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളെ പഠിപ്പിച്ച പഠന രീതിക്കാണ് പ്രശ്നം. ഇപ്പൊ ഭാവിയിൽ ഈ വിർച്വൽ റിയാലിറ്റി ഒക്കെ ഇനിയും അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് മാത്സും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ നല്ല രസമുള്ള ഒരുപാട് എക്സ്പെരിമെന്റുകളായിട്ട് മാറും, നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളായിട്ട് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് പഠനം എന്നുള്ളത് ഇന്ന് GTA ഗെയിമൊക്കെ കളിക്കുന്ന അത്രയും രസമുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റമാണ് ഞാൻ എഡ്യൂക്കേഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു പുസ്തകം ടാബ് ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അതിന്റെ അപ്പുറത്ത് പോകാനുള്ള പൊട്ടൻഷ്യൽ ആക്ച്വലി ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വിഭാഗം വേണം. എപ്പോഴും എന്താന്ന് വെച്ചാലേ, ടെക്നോളജി ലോകത്ത് അമേരിക്കയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിൽ വരൂല എന്ന് ചില ആൾക്കാർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയും. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എണീക്കുക പോലും ചെയ്യില്ല എന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണത്. എന്ത് സാധനവും കൊണ്ടുവരണം, അല്ലാതെ തനിയെ ഇങ്ങോട്ട് വരൂല. അപ്പൊ ആ കൊണ്ടുവരാൻ തയ്യാറുള്ള ഒരു വിഭാഗം ആൾക്കാരായിട്ട് നിങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാല്
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലപ്പുറം ദുബായ് ആക്കാന്ന് പറഞ്ഞ പോലെ നമ്മളെ നാടിനെ ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് നാടുകളുടെ നിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ വിചാരിച്ചാൽ പറ്റും. നെക്സ്റ്റ്, അടുത്തതാരാ ചോദ്യം ചോദിക്കുന്നത്? വേഗം. പെൺകുട്ടികൾക്ക് സംശയമില്ലേ? സംശയമില്ലേ? കൈബന്ധിച്ചോ, പെട്ടെന്ന് കൈബന്ധിച്ചോ. സാർ, എൻ്റെ പേര് മുഹമ്മദ് ഷിറാസ്യ. ഞാൻ നാദാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. ഈ പഠിക്കാനുള്ള സൗകര്യം AI ഉപയോഗിക്കാൻ പറ്റുമോ? ചോദ്യം കംപ്ലീറ്റ് ആണ്, അത്രേ ഉള്ളോ? പഠിക്കാനുള്ള സൗകര്യം AI. ഓഫ് കോഴ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചാറ്റ് GPT ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ മുൻപേ? എന്നാ ആദ്യം മൊബൈൽ ഉണ്ടോ കയ്യിൽ? ആദ്യം ചാറ്റ് GPT ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പഠിക്കുന്ന വിഷയത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു നോക്കാം. അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാവും അതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അതൊരു ചോദ്യം പോലും അല്ല, ഈസി ആയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്. പെൺകുട്ടികളുടെ ഭാഗത്തേക്കാണ് മൈക്കുള്ളത്. കൈബന്ധിച്ചോ? ആർക്കും സംശയങ്ങളില്ലേ? അവിടെയുണ്ട്. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ +2 സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനറുമാണ്. സാർ നേരത്തെ പറഞ്ഞല്ലോ, ചാറ്റ് GPT കൊണ്ട് എഴുത്തുമായി ബന്ധപ്പെട്ട ജോലികൾ കുറഞ്ഞു, ഭാവിയിൽ അതിൻ്റെ ജോലി സാധ്യതകൾ കുറഞ്ഞു, അവർക്ക് ഇപ്പോൾ ജോലി കുറവാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിസൈൻ മേഖലയ്ക്ക് AI കൊണ്ട് ഭാവിയിൽ AI അതിലേക്ക് കടന്നു വരുമോ? കടന്നു വന്നാൽ എത്ര കാലം കൂടി ഞങ്ങൾക്ക് പണിയുണ്ടാവും? ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായി. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ബാക്കിയുണ്ട്. AI കൊണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതൊക്കെ എന്താണെന്നറിയോ? 2 ടൈപ്പ് AI ഉണ്ട്. ഞാൻ ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയാം. നമ്മൾ മുൻപ് ഉപയോഗിച്ച് ശീലിച്ചിരുന്ന AI-കളെ പ്രെഡിക്റ്റീവ് AI എന്നാണ് പറയാം. പ്രെഡിക്റ്റീവ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി വന്നു. ആ രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർ സ്വയം പരിശോധിക്കുന്നില്ല, പകരം ഒരു AI-ക്കാണ് കൊടുക്കുന്നതെന്ന് വെക്കുക. AI എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗിയുടെ മെഡിക്കൽ ഡാറ്റ ഇതിന് മുൻപ് വന്നിട്ടുള്ള രോഗികളുടെ മെഡിക്കൽ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ഈ രോഗം ഇതിന് മുൻപ് വന്നിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് താനല്ലയോ ഇത് എന്നുള്ള ഒരു താരതമ്യ പഠനം നടത്തും. എന്നിട്ട് ഇതല്ലേ എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഇതാണ് പ്രെഡിക്റ്റീവ് AI. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സുഹൃത്തുക്കളെ റെക്കമെൻഡ് ചെയ്യാറില്ലേ? യൂട്യൂബ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ കാണിച്ചു തരുന്നില്ലേ? ഇൻസ്റ്റഗ്രാം ഓരോ ഫോട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേലെ കാണിക്കും, ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് യു ലൈക്ക് ദാറ്റ് പിക്ചർ എന്ന് പറഞ്ഞ് കാണിക്കാറില്ലേ? ഇമേജ് സജസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറില്ലേ? നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ഫോളോ ചെയ്യാത്ത പേജുകളൊന്നും കണ്ടന്റ് ഇൻസ്റ്റഗ്രാം അങ്ങനെയൊക്കെയാണ് കാണിക്കുക. ഇനി അത് മാത്രമല്ല രസം, നിങ്ങൾ ഒരു 1000 ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സുകളെ തന്നെയാണെന്നുണ്ടെങ്കിലും അവരിടുന്ന എല്ലാ ചളിയും നിങ്ങൾക്ക് കാണിച്ചു തരൂല. അതിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരുള്ളൂ. കാരണം ഇൻസ്റ്റാഗ്രാമിനറിയാം നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മുൻപിൽ പോസ്റ്റ് ചെയ്ത എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പിന്നെ കയറൂല എന്നുള്ളത്. അപ്പൊ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം അതുപോലും കാണിച്ചു തരുന്നില്ല. അതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ പ്രെഡിക്റ്റീവ് AI ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. ഇത് പ്രഡിക്ഷൻ ആണ്. ഇത് മുൻപത്തേത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജനറേറ്റീവ് AI ആണ്. ചാറ്റ് GPT ജനറേറ്റീവ് AI ആണ്. അതുപോലെ മിഡ് ജേണി ഉണ്ട്, ഡാലി ഉണ്ട്, ഗൂഗിളിന്റെ ബാർഡ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പുതിയ ടെക്നോളജികളുണ്ട്. ഇനി ഇലോൺ മസ്ക് നേരിട്ട് തുടങ്ങിയ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഇപ്പൊ റീസെന്റ് തുടങ്ങിയതാണ്. ഇതില് മിഡ് ജേണി, ഡാലി ഇതൊക്കെ ഇമേജ് ജനറേഷൻ AI-കളാണ്. അതായത് നമുക്ക് ഇന്ന ആവശ്യമുള്ള ഒരു ഇമേജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ആ ഇമേജ് ഉണ്ടാക്കി തരും. നിങ്ങൾ ഒരുപാട് ഗാന്ധിജി സെൽഫി എടുക്കുന്നത്, അതുപോലെ അങ്ങനത്തെ ഒരുപാട് ഇമേജുകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ പറഞ്ഞു വന്നത് ഈ മിഡ് ജേണി, ഡാലി പോലെയുള്ള ഇമേജ് ജനറേഷൻ AI മാത്രമല്ല, ഫോട്ടോഷോപ്പിലൊക്കെ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ വന്നിട്ടില്ലേ, ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ വന്നിട്ടില്ലേ. അതായത് ഒരു ഫോട്ടോ ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുത്താൽ വേണമെങ്കിൽ അത് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഓൺലൈനായിട്ട് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാൻവ പോലെയുള്ള ടൂളുകളുണ്ട്, അതിലും ഇതേ ഫീച്ചർ ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ ഒരു ഡിസൈനറെ വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇത് AI ശരിക്കും എങ്ങനെ പറയാന്നറിയോ? തുടക്കത്തില് ഇപ്പോ AI വന്നു, ഓക്കെ, നമ്മളൊരു ഗ്രാഫിക് ഡിസൈനർ ആണ്, നമ്മളൊരു കണ്ടന്റ് റൈറ്റർ ആണ്, ഒറ്റയടിക്ക് നമ്മളെ ജോലി പോകുന്നില്ല. AI കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ തുടക്കത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് AI നമ്മളെ റീപ്ലേസ് ചെയ്യൂല, പകരം AI ഉപയോഗിക്കുന്ന ആള് ഉപയോഗിക്കാത്ത ആളെ റീപ്ലേസ് ചെയ്യും. ഇപ്പൊ ആ ഘട്ടത്തിലാണ്. അതായത് AI ഉപയോഗിക്കുന്ന ആള് ഉപയോഗിക്കാത്ത ആളെ റീപ്ലേസ് ചെയ്യും. AI ഉപയോഗിക്കുന്ന ആളുടെ ഔട്ട്പുട്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരിക്കും, എല്ലാ കാര്യങ്ങളായിരിക്കും. അടുത്തൊരു ഘട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റാത്ത ഘട്ടമാണ്. പക്ഷെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർ AI ഉപയോഗിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ AI മനുഷ്യന്റെ ആവശ്യം എന്താന്നുള്ളത് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരെ ഇങ്ങനെ മേലെ കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് താഴേക്ക് ഇടും എന്നുള്ള അവസ്ഥയാണ്. അതായത് അടുത്തൊരു ഘട്ടത്തില് ഈ മനുഷ്യന്റെ ആവശ്യം ഉണ്ടാവില്ല, AI തന്നെ എല്ലാം ചെയ്യും. അതിന് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഘട്ടമായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഉള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ആണ്. അതായത് അത് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ AI ആണെന്നുണ്ടെങ്കിൽ അത് ആ പണി മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ഡ്രൈവിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ AI ആണെന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈവ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, വേറെ പണിയൊന്നും എടുക്കാൻ അറിയില്ല. പക്ഷെ ഇവിടെ എന്താ വരിക എന്നറിയോ? ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വന്നാല് മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ പണിയും AI ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രാഫിക്കൽ ഡിസൈനർ എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടാകില്ല. പകരം നമുക്ക് ഇന്ന ആവശ്യമുള്ള ഒരു പോസ്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്ററിന്റെ കംപ്ലീറ്റ് റിക്വയർമെന്റ് മനസ്സിലാക്കി ആവശ്യമുള്ള പോസ്റ്റർ ജനറേറ്റ് ചെയ്യാൻ ഭാവിയിൽ AIക്ക് കഴിയും. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിന്റെ AIയും മൈക്രോസോഫ്റ്റിന്റെ AI ഒക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെ നല്ല ചിത്രങ്ങളൊക്കെ നിർമ്മിക്കാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ AI ഉപയോഗിക്കുന്ന ഡിസൈനർമാര് AI ഉപയോഗിക്കാത്ത ഡിസൈനർമാരെ മറികടക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. സാർ, എൻ്റെ പേര് നിഫാല്, അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഈ കുറേ നോൺ യൂസ്ഫുൾ ആയിട്ടുള്ള AI എല്ലാം ഇറങ്ങുന്ന ഒരു കാലമാണ്. AI നമുക്ക് തിരിച്ചടി വരുന്ന കുറേ ന്യൂസ് എല്ലാം കണ്ടിന്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ ഒരു ന്യൂസ് ഉണ്ടാന്ന്, AI ഒരു മനുഷ്യനെ കൊന്നു നിർത്തി. അടുത്ത് ഈടെന്നല്ല, ചൈനയല്ല, ജപ്പാനിലാറ്റം കണ്ടതാണ്. അപ്പോൾ പിന്നെ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മരണം മുൻകൂട്ടി അറിയാൻ പറ്റിയ ഒരു AI, നമ്മളെ മരണം മുൻകൂട്ടി അറിയാൻ പറ്റിയ. അപ്പൊ എൻ്റെ ഫ്രണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി. അപ്പൊ ശരിക്കും അതിൽ പറയുന്നില്ല നമ്മളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം നമ്മളെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, ഇങ്ങനത്തെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ അപ്പുറം ആ AI ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ഇത് AI ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. AIന്റെ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്, AIന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ സത്യമാണ്. AI ഇപ്പോൾ ChatGPTയും ബാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുത്തരങ്ങൾ തരാറുണ്ട്. ഹാലൂസിനേഷൻ എന്നാ പറയാ, അതായത് തെറ്റുത്തരങ്ങൾ പോലും ഭയങ്കര കോൺഫിഡൻസിൽ AI തരും. അങ്ങനെ ഒരു ഭാഗമുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു റോബോട്ട് മനുഷ്യനെ കൊന്നു എന്നുള്ളൊരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ വന്നതാണ്, നമ്മൾ എന്നാ മരിക്കുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ AI ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഏത് ടെക്നോളജിയും അതിന്റെ ആരംഭഘട്ടത്തിൽ ഭയങ്കരമായിട്ടും അമച്വർ ആയിരിക്കും. ഇപ്പൊ AI ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഡയപ്പർ ഇട്ട് നടക്കുന്ന കുട്ടിയാണ്. നമ്മൾ അതിനൊരിക്കലും ഒരു മെച്വേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട് കമ്പയർ ചെയ്യരുത്. ഞാൻ ഒരു സംഭവം ചോദിക്കട്ടെ, സിമ്പിൾ ആയിട്ട്. നോക്കിയ 3310 കണ്ടവർ എത്ര പേരുണ്ട് ഇവിടെ? ആദ്യ തുടക്കത്തിൽ ഉപയോഗിച്ചവര്. നിങ്ങളത് കണ്ട കാലത്ത് ഇന്ന് ഈ കാണുന്ന ഫോണിന്റെ രൂപത്തിലേക്ക് അത് മാറും എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു മനുഷ്യനും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അത് വരുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ സാധാ ഫോണിന്റെ, ലാൻഡ് ഫോണിന്റെ വയർലെസ് കൊണ്ടുവന്നപ്പോ അയൽവാസികൾ മുഴുവൻ കാണാൻ വന്നിരുന്നു. കാരണം വയറില്ലാതെ എങ്ങനെ
പരിപാടി നടക്കേണ്ടത് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാവുണ്ടായിരുന്നില്ല. ആ കാലത്തുനിന്ന് ഫാസ്റ്റ് ഫോർവേഡ് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് ജനിച്ച് വീഴുന്ന കുട്ടി വരെ 1 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്കും യൂട്യൂബൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്ക് അത്ര സ്മൂത്ത് ആയിട്ട് യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടെക്നോളജികൾ അതിന്റെ ആരംഭ കാലത്തിൽ കാണുമ്പോൾ ചില ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാകും. ഇപ്പോ ഈ ടെസ്ലയുടെ കാറുകൾ അപകടം ഉണ്ടാക്കുന്നുണ്ടാകും. അതുപോലെ ചില റോബോട്ടുകൾ നിയന്ത്രണം വിട്ടിട്ട് പെരുമാറുന്നുണ്ടാകും. ഒരുപക്ഷെ AI-ന്റെയും മറ്റുമൊക്കെ ഏറ്റവും വലിയ റിസ്ക് ഇത് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷനെ അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള റിസ്കുകൾ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. പക്ഷെ ആ റിസ്കുകളെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞിരുന്നാൽ മാത്രം പോരാ. നമ്മൾ അതിന്റെ ഉപയോഗ സാധ്യതകളെ കുറിച്ച് എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ടെക്നോളജികളെ കുറിച്ച് എപ്പോൾ മനസ്സിലാക്കുമ്പോഴും ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതിനെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാനും പറ്റും. ഇതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റും. ഒരു ടെക്നോളജി ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നാളെയും അത് അങ്ങനെ ആവുമെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. ഇപ്പൊ ടെസ്ലയുടെ ഒരു ഓട്ടോണമസ് കാർ ഒരു അപകടം ഉണ്ടാക്കിയാൽ അതിന്റെ എഞ്ചിനീയർമാര് ആ തരത്തിലുള്ള അപകടം ഇനി ഒരിക്കലും നടക്കാത്ത രീതിയിൽ അതിൽ പ്രോഗ്രാം ചെയ്യൂലേ. അപ്പൊ ആ തരത്തിൽ ബഗ് ഫിക്സ് ചെയ്യുന്ന പോലെ അതൊരു ബഗ്ഗായിരുന്നു, ആ ബഗ് ഫിക്സ് ചെയ്തു, ഇനി ഒരിക്കലും അത്തരത്തിലുള്ള അപകടം നടക്കൂല. പിന്നെ നടക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള അപകടമായിരിക്കും. നേരെ മറിച്ച് മനുഷ്യന്മാർ അങ്ങനെയല്ല. ഒരു വട്ടം അപകടം വരുത്തിയാലും അടുത്ത തവണ അതേ അപകടം വരുത്തും, അതിന്റെ അടുത്ത തവണ അതേ അപകടം വരുത്തും. കാരണം നമ്മളാണ്. ഇനിയിപ്പോ ഞാൻ ഈ അപകടമൊക്കെ വരുത്തിയാലും ഭാവിയിൽ എന്റെ മക്കൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ അതേ അപകടം വരുത്തും. പക്ഷെ AI-ക്ക് അങ്ങനെയല്ല. AI-ന്റെ കുട്ടി ഒരിക്കലും AI-ന്റെ തന്ത വരുത്തി അപകടം വരുത്തൂല. കാരണം അത് ആ അപകടം പഠിച്ചു കഴിഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കാര്യങ്ങൾ, ഈ ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. AI സിസ്റ്റംസ് ഒക്കെ ഒരു വട്ടം ഈ ലേണിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേണിംഗ് എത്ര തവണ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊരിക്കലും ഇല്ലാണ്ടാകുന്നില്ല. പക്ഷെ മനുഷ്യൻ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും അത് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളോട് കൂടി ആ അറിവ് അവസാനിച്ചു. അപ്പൊ ഈ ഒരു ലോകം നമ്മൾ ഇന്ന് അതിന്റെ എത്ര തന്നെ ബലഹീനതകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും താമസിയാതെ അത് ഹൈലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യപ്പെടും. അന്ന് നമ്മുടെ പല ജോലികളെയും അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ കാരണമായിട്ട് മാറും. അപ്പൊ ഇതിലേക്ക് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ടൈം നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക, മാറ്റങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളൊരു 3 കൊല്ലത്തെയോ 4 കൊല്ലത്തെയോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് കൊണ്ട് ആർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കും മറ്റൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മതി, 3 കൊല്ലത്തെ ഡിഗ്രിയുടെ ബലത്തിലല്ല, അതിനുശേഷം ചെയ്ത 3 മാസത്തെ കോഴ്സിന്റെ ബലത്തിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ 3 കൊല്ലത്തെ ഡിഗ്രിക്ക് പോയതെന്ന് വലിയൊരു ചോദ്യമാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റുകൾ കാലിയാവാൻ തുടങ്ങി. നിങ്ങൾ ആൾറെഡി ഈ ഡാറ്റ കാണുന്നുണ്ടാവും. ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കും പതിയെ വരും. അപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡുകളെ വീക്ഷിച്ചുകൊണ്ട് കരിയറിൽ ഡിസിഷൻസ് എടുക്കുക. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടൂല എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇനി അത് പ്രതീക്ഷിച്ചിട്ട് നിൽക്കണ്ട. പക്ഷെ പുതിയ കാലത്തെ അപ്ഡേറ്റുകളെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ മാറ്റങ്ങൾക്ക് കൂടെ ചലിക്കുക. പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുതരും. പക്ഷെ അത് അപ്ഡേറ്റഡ് ആയി ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അക്കാഡമിക്കലി പഠിച്ച ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ദിനം പ്രതി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സാറിന്റെ കമ്പനി അഡാപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെ വെർച്വൽ സ്കൂൾ തുടങ്ങിയതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഈ രാവിലെ തൊട്ടേ നമ്മളുടെ MSFന്റെ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് സാർ. ഒരു 1 ഡേ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ.